Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG തേർഡ് സെമസ്റ്റർ വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് നാളെ നടക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് പാർട്ട് സിയിൽ 3 ചോദ്യങ്ങളാണ് വരിക. അതിൽ 2 ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 5 മാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ. അപ്പോൾ ഇതൊക്കെയാണ് വരാമെന്നുള്ളത് നമുക്ക് 100% പറയാൻ സാധിക്കില്ലെങ്കിലും സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ നമ്മൾ തരുന്ന സജഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് 1-നാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബ്ലോക്ക് 1-ൽ നിന്ന് 2 ബ്ലോക്ക് 2-ൽ നിന്ന് 1 അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി ഉൾട്ടയും വരാം. അപ്പോൾ അതിൽ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നതാണ് കോമ്പോണൻസ് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി. ഷോർട്ട് മാർക്കിനെ പ്രതീക്ഷിക്കാം. ദെൻ രണ്ടാമതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രോഡ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഫ്രോഡ്സ്. മൂന്നാമതായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം മോഡ്സ് ഓഫ് വാരിയസ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 2-3 ടോപ്പിക് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. അതിലിപ്പോൾ SIP എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സോ അഡ്വാൻറ്റേജസോ, അതുപോലെ തന്നെ യുലിപ്സ് ഉണ്ട്, യുലിപ്സ് അതിൻ്റെയും ഈ പറയുന്ന ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അതിനെ പറ്റിയിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതിലേതെങ്കിലും വരാനുള്ള സ്കോപ്പും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി ഇതല്ലാതെ കണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഇതിന് ഈക്വൽ സ്കോപ്പുള്ള 1-2 ടോപ്പിക് ഉണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കിനും വരാം. അപ്പോൾ ഞാൻ അതും കൂടി തരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 2 മാർക്കിനുള്ള സ്കോപ്പും കൂടി ഉണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഉണ്ട്, അതിൻ്റെ നീഡ്. ഓക്കെ, അതുപോലെ തന്നെ നീഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 2 മാർക്സിലേക്കും ചോദിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 5 മാർക്കായിട്ടും ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നീഡ്. ഓക്കെ, അത് നോക്കണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം ആ സെയിം യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റിലുള്ള തന്നെയാണ്. അത് നിങ്ങൾ എന്തായാലും നോക്കണം കേട്ടോ. അതൊക്കെ അതിനും സ്കോപ്പ് ഉണ്ട്. ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെക്കുലേഷൻ, അതുപോലെ തന്നെ ഗാംബ്ലിങ്, ഇതിൻ്റെ ഡിഫറൻസസ്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ അഡീഷണൽ സജഷൻ നൽകുന്നതാണ്. കാരണം ഇതിൽ നിന്ന് ചിലപ്പോൾ 2 മാർക്കോ അതല്ലെങ്കിൽ 5 മാർക്കിനും സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും നോക്കി വെച്ചോളൂ. എന്തായാലും ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 4 ചോദ്യങ്ങളാണ് ഞാൻ ആദ്യത്തെ 4 തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളത് 5 മാർക്കിന് ഇട്ടില്ലെങ്കിൽ 2 മാർക്കിലേക്കും സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട്. ശരിക്കും പറഞ്ഞാൽ 6 യൂണിറ്റിലും 5 മാർക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇത് SC അല്ലല്ലോ, SC ടോപ്പിക്കല്ല, ഷോർട്ട് SC ആണ്. അതുകൊണ്ട് തന്നെ സജഷൻ തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. എന്നാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.